Revit MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 72ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ വിസിബിലിറ്റി ഗ്രാഫിക്സിനുള്ളിൽ ഇവിടെ ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഈ ഫിൽറ്റർ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫിൽറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ വിസിബിലിറ്റി ഗ്രാഫിക്സിനുള്ളിൽ ഫിൽറ്റർ കൊടുത്തിരിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിനകത്തൊരു എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വോളിൻ്റെ ഒരു കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, വിസിബിലിറ്റി ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യും, അതിനുശേഷം വോൾ സെലക്ട് ചെയ്യും. വോൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് പല രീതിയിലുള്ള കണ്ടീഷൻ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ വോൾ വേണ്ടെങ്കിൽ ഇവിടെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോൾ വേണ്ടാന്ന് വയ്ക്കും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതായത് മൊത്തത്തിൽ വോളങ്ങ് പോവുകയാണ്, ഇന്ന ടൈപ്പ് വോള് മാത്രം പോയാൽ മതി എന്നൊരു കണ്ടീഷൻ കൊടുക്കാനായിട്ട് അവിടെ സാധിക്കത്തില്ല. അതൊരു കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്, വോള് വേണ്ട എന്നുള്ളൊരു കണ്ടീഷൻ. അല്ലെങ്കിൽ വോളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടൊരു എഡിറ്റിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മൊത്തം വോൾ, ആ പ്രൊജക്റ്റിനകത്ത് എവിടെയൊക്കെ വോളുണ്ടോ ആ വോളിലെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് ഏതെങ്കിലും ഒരു വോള് അല്ലെങ്കിൽ ഒരു ടൈപ്പ് വോള് മാത്രം എനിക്ക് ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചാൽ മതി. അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ സാധിക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു വോള് മാത്രം എനിക്കൊരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഒരു എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വെക്കണം. അപ്പോൾ അത് മാത്രം സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വിസിബിലിറ്റി ഗ്രാഫിക്സിനുള്ളിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഏത് വോളിലാണോ ചേഞ്ചസ് വരുത്തേണ്ടത് ആ ഒരു വോൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ടൈപ്പ് ഇവിടെ കാണും. ഇപ്പോൾ ബേസിക് വോൾ 500 എന്നാണ് ഇതിൻ്റെ നെയിം വന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ വിസിബിലിറ്റി ഗ്രാഫിക്സിലേക്ക് പോവാണ്. ഇവിടെ ഫിൽറ്റർ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് ഇവിടെ പുതിയൊരു റൂൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടൈപ്പ് വോളിന് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പുതിയൊരു റൂൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ റൂൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റ് ഓർ ന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇത് ഓക്കെ എടുക്കുമ്പോൾ ഇവിടെ ഒരു നെയിം വന്നിട്ടുണ്ട്. അതായത് പുതിയ റൂളിനുള്ളൊരു നെയിം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഈ നെയിം ഈക്വൽ ടു ഞാനിപ്പോൾ കൊടുക്കാൻ പോണ ഏതാണോ നെയിം അത് കൺട്രോൾ ആകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈക്വൽ ടു കൊടുത്തു. അതിനുശേഷം വോൾ 500 എന്ന് പറയുന്ന വോളിനെയാണ് എനിക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു നെയിം ഇവിടെ കൊടുത്തു, ഇവിടെ അപ്ലൈ ചെയ്ത് ഓക്കെ എടുത്തു. അപ്പോൾ പുതിയൊരു റൂൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ക്രിയേറ്റ് ആയ റൂളിനെ ഞാൻ ഈ ഫിൽറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് കൊടുത്താൽ മതി. ആഡ് കൊടുക്കുമ്പം ഇവിടെ ഉണ്ട് കോമ്പൗണ്ട് വാൾ എന്ന് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു റൂളാണ്. ഈ റൂളിനെ സെലക്ട് ചെയ്യുക, ഇവിടെ ഓക്കെ എടുക്കുമ്പോഴേക്കും പുതിയൊരു റൂൾ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഇനി എനിക്ക് ഈ ഒരു കോമ്പൗണ്ട് വാളിനെ മാത്രം കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് പോസിബിളാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിസിബിലിറ്റി ഗ്രാഫിക്സിലേക്ക് പോയി. അതിനുശേഷം ഇവിടെ ഫിൽറ്റർ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു നെയിമിൽ വരുന്ന എല്ലാ വോളും കൺട്രോൾ ആവും. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു വോൾ വേണ്ട എന്ന് വെക്കണമെങ്കിൽ ഇവിടെ അൺടിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വോൾ ഇവിടെ നിന്ന് പോകും. ഇനി അതല്ല, ഇതിനകത്ത് എന്തെങ്കിലും പാറ്റേൺ കൊടുക്കണമെങ്കിൽ അതും പോസിബിളാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിസിബിലിറ്റി ഗ്രാഫിക്സിലേക്ക് പോവുക, ഇവിടെ ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഫിൽറ്റർ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ലൈൻസ്, അതുപോലെ തന്നെ പാറ്റേൺ, ട്രാൻസ്പറൻസി, അതുപോലെ തന്നെ കട്ട് പാറ്റേൺ, എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് വിസിബിലിറ്റി ഗ്രാഫിക്സിനകത്ത് പല രീതിയിലും നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായ രീതിയിൽ കണ്ടീഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇത് ചില കേസുകളിൽ നമുക്കിപ്പം ഈ വോളുകളെല്ലാം അല്ലെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ഫാമിലീസും ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യണം എന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഹൈഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വിസിബിൾ ആവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്.